നമുക്കൊരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്നു അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ടു വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്നു അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരുവാനെന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 13-ാം വാക്യം. പിന്നെ യേശു ശതാധിപനോട്, പോവുക, വിശ്വസിച്ചത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. യേശു പറഞ്ഞു, ഞാൻ വന്നിട്ട് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവൻ അല്ല. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ശതാധിപനെയാണ്. അവൻ യഹൂദൻ അല്ല. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 സൈനികരുടെ മേൽ അധികാരി. അതായത് റോമൻ സൈനികരിൽ 100 പേർക്ക് അധികാരിയായിട്ട് ശതാധിപനായിരിക്കുന്നതായ ഒരു അന്യവ്യക്തിയാണ്. ഇയാൾ റോമാക്കാരനാണ്. യേശുക്രിസ്തു ആണെങ്കിലോ യഹൂദനാണ്. ഇവർക്ക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. യേശു യുദ്ധത്തിന് എതിരാണ്. എന്നാൽ ഇയാളെ സംബന്ധിച്ച് യുദ്ധമാണ് തൻ്റെ പ്രവൃത്തി. യേശുക്രിസ്തു ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ശതാധിപൻ റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി പോരാടുന്നവനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി യേശുക്രിസ്തുവിനെക്കുറിച്ച് ആർ പറഞ്ഞു എന്നറിയുകയില്ല. എന്നാൽ യേശുവിനെക്കുറിച്ച് അയാൾ കേട്ടു. യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ട് യേശുവിൻ്റെ അരികിൽ വന്നിട്ട് എന്താണ് അപേക്ഷിച്ചത് പറയുക. നിങ്ങളൊരു പക്ഷേ യേശുവിൻ്റെ അരികിൽ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ യേശു നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷനാവുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചോദിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കാണുവാനുള്ള അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ യേശു നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷനാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം യേശുവിനോട് എന്തായിരിക്കും ചോദിക്കുന്നത് പറയുക. നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുമോ അതോ നിങ്ങളുടെ പണിക്കാർക്ക് വേണ്ടി ചോദിക്കുമോ? പറയുക. കർത്താവെ, അന്നു മുതൽ ആഗ്രഹിച്ചതാണ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കാണും. ശരിയല്ലേ? എനിക്കൊരു നല്ല ജോലി കിട്ടിയാൽ ആദ്യം ഒരു ബൈക്ക്, പിന്നെ ഫോണ്, അങ്ങനെ കുറേ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ. ഈ ഷർട്ട് വാങ്ങണം, ആ ഷൂസ് വാങ്ങണം, ആ പാൻറ് വാങ്ങണം, അങ്ങനെ പല പല ലിസ്റ്റുകൾ നമ്മുടെ കയ്യിൽ കാണുമല്ലോ. എന്തെല്ലാം എഴുതിയിരിക്കും. എന്നാൽ ശതാധിപനൊരു അവസരം ലഭിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവത്തെ കാണുവാന്, ദൈവത്തിൻ്റെ അരികിൽ നിൽക്കാനുള്ള അവസരം ലഭിച്ചു. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ ആ ശതാധിപന് എന്തു വേണമെങ്കിലും ആഗ്രഹിക്കാം, എന്തു വേണമെങ്കിലും. കർത്താവേ, 20 വർഷമായിട്ട് ശതാധിപനായിട്ട് ജോലി ചെയ്യുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന അനേകം ശതാധിപന്മാർക്ക് പ്രമോഷൻ കിട്ടിയിട്ടുണ്ട്. അവർ സൈന്യാധിപരായിട്ട് ജോലി ചെയ്യുകയാണ്. എന്നാൽ ഒരു വളർച്ചയുമില്ല, ഒരു സമൃദ്ധിയും എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. ദൈവമേ, എനിക്കും പ്രമോഷൻ നൽകണമേ. മറ്റുള്ളവർക്ക് എത്ര വളർച്ചയുണ്ടാകുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. കുട്ടികൾ വളർന്നു വരുന്നു. ആ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. കർത്താവ്, ഒരു വലിയ വീട് തരണമേ. അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മോശമാണ്. ഇടയ്ക്കിടയ്ക്ക് പല പല അസുഖങ്ങൾ വരുന്നു. കർത്താവെ, സൗഖ്യം തരണമേ. പ്രിയ സഹോദര സഹോദരി, ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, യഥാർത്ഥമായ ഉന്നതമായ വ്യക്തിത്വം ഏതാണെന്ന് ചോദിച്ചാൽ നിന്നേക്കാൾ മുകളിൽ നിൽക്കുന്ന ആളുകളെ നോക്കുന്നതല്ല. എപ്പോഴാണെങ്കിലും ശരി, നിന്നേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ ജീവിക്കുന്ന, ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് നീ താരതമ്യം ചെയ്താൽ, അവർക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ, വസ്തു സമ്പാദ്യങ്ങളുണ്ടെങ്കിൽ, പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ, ഉയർച്ചയിൽ നിൽക്കുന്ന അവരുമായിട്ട് നിന്നെ തന്നെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേൾക്കുക, ഉള്ളതുകൂടി നഷ്ടപ്പെടാനിടയാകും. ശതാധിപനൊരു ആത്മീയനായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ മേൽ അത്ഭുതകരമായ ഒരു വിശ്വാസത്തെ കാണിക്കുകയാണ്. യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് വളരെ താഴ്മ കാണിക്കുകയാണ്. 4 വിഷയങ്ങൾ. ഒന്നാമത്, വളരെ സ്നേഹമുള്ളവനാണ്.
തന്നെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല, തനിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. യേശുവിൻ്റെ അരികിൽ വന്നിട്ട്, കർത്താവേ, എൻ്റെ വീട്ടിലൊരു ബാല്യക്കാരനുണ്ട്. ബാല്യക്കാരൻ എന്ന പദം നോക്കുമ്പോൾ മലയാളത്തിൽ ബാല്യക്കാരൻ, ഗ്രീക്കിൽ ഡോളാസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? അടിമ. ഞങ്ങളുടെ വീട്ടിലൊരു അടിമയുണ്ട് കർത്താവേ. പാവം, അയാൾ പക്ഷവാതം പിടിച്ച് വളരെ കഷ്ടത അനുഭവിക്കുകയാണ്. തൻ്റെ ഒരു മകൻ പക്ഷവാതം പിടിച്ച് ദുഃഖിക്കുന്നത് പോലെ, തൻ്റെ വീട്ടിലുള്ള തൻ്റെ സ്വന്തക്കാരിൽ ആരോ ദുഃഖിക്കുന്നത് പോലെ തൻ്റെ ബാല്യക്കാരന് വേണ്ടി ദുഃഖിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ബാല്യക്കാരുണ്ടോ? ജോലി ചെയ്യുന്ന ആളുകളുണ്ടോ? അവരെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. അവരെ നിസ്സാരമായി കാണരുത്. അവരെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അവരെ നിന്ദിച്ച് സംസാരിക്കാൻ പാടില്ല. അവരുടെ വില നിങ്ങൾക്കറിയണമെങ്കിൽ ഒരു ദിവസം അവർ വരാതെയിരിക്കണം. എത്ര പ്രാവശ്യം നിങ്ങൾ ഫോൺ ചെയ്യുമല്ലേ? അബദ്ധവശാൽ സ്വിച്ച് ഓഫ് എന്ന് വന്നാൽ, ഓ, അവൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത്? സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചെന്നിട്ട് ആ ഗ്യാസ് സ്റ്റൗവ് എത്ര പ്രാവശ്യം കത്തിക്കാൻ നോക്കിയിട്ടും അത് കത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ശീലമില്ലല്ലോ. ഇതിപ്പോൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റൗവിലും കത്തുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഫോൺ ചെയ്യും. നിങ്ങൾ ഫോൺ ചെയ്യുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഈ ദുഷ്ട എവിടെ പോയിരിക്കുകയാണ്? ഒരു ദിവസം നിങ്ങളുടെ വേലക്കാരി വരാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരും. വീടടിച്ചു വരണം, ചൂല് കാണുന്നില്ലല്ലോ. അതെവിടെയാണ്, എവിടെയാണ്, എവിടെയാണ്? നിങ്ങൾക്ക് ചൂലെവിടെയാണെന്ന് അറിയില്ല. ടാപ്പ് തുറന്നാൽ വെള്ളം വരില്ല. അയ്യോ, വെള്ളം വരുന്നില്ലല്ലോ, വെള്ളം വരുന്നില്ലല്ലോ. ഏത് ടാപ്പാണ് വെള്ളം വരുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. മുകളിൽ ചെന്നിട്ട് ആ പൈപ്പ് തുറക്കണം. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അടുത്തത്, റിമോട്ട് കൺട്രോൾ എവിടെ? റിമോട്ട് എവിടെ? റിമോട്ട് എവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്? അവളപ്പോൾ ഓടി വന്നിട്ട് പറയുമാ, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ കൊടുക്കുമ്പോൾ ടിക്കു 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 ടിക്കു. ഇങ്ങനെയാണ്, ഇതാണ് നിന്റെ ശീലം. പിന്നെ രോഗങ്ങൾ വരാതിരിക്കുമോ? പറയൂ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ലോകത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവർ വേല ചെയ്യുന്നവരാണ്. ഈ ലോകത്ത് ഉള്ള ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതായ ആളുകൾ വേലക്കാരെ വയ്ക്കുന്ന ആളുകളാണ്. വേലക്കാരെ നിന്ദിക്കുവാൻ പാടില്ല. അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. അവരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇതാ, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവെച്ചുവല്ലോ. അതും നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. വേലക്കാർ തങ്ങളുടെ ജോലി ചെയ്തതിന് ശേഷം, പ്രിയമുള്ളവരെ, ശമ്പളം തരാമോ എന്ന് ചോദിക്കുമ്പോൾ, നാളെ തരാം. എവിടെ പോകാനാണ്? അടുത്ത ദിവസം വന്നിട്ട്, സാറേ, ശമ്പളം തരാമോ? നീ എന്താണ്, മരിക്കാൻ പോവുകയാണോ ഇപ്പം തന്നില്ലെങ്കിൽ? എന്താണ്, ഒരു അരമണിക്കൂർ താമസിച്ചപ്പോഴും നിനക്ക് ഇത്ര ബുദ്ധിമുട്ടോ? അരമണിക്കൂർ താമസിച്ച് ജോലിക്ക് വന്നപ്പോൾ എന്തെല്ലാം ബഹളമായിരുന്നു. അങ്ങനെ ഒരു മാസം മുഴുവനും ജോലി ചെയ്യിപ്പിച്ചതിന് ശേഷം ശമ്പളം തരാമോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് വെറുതെ വിഷമിപ്പിക്കുന്നത്? പാൽക്കാരൻ 30 ദിവസവും നിനക്ക് പാൽ കൊണ്ടുതരും, പാൽ കവർ കൊണ്ടുതരും. 1-ാം തീയതി ആകുന്ന സമയത്ത്, സാറേ, പാലിൻ്റെ കാശ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ, തരാമല്ലോ, എവിടെ പോകാനാണ്? 1-ാം തീയതി കഴിയുന്നു, 2-ാം തീയതി കഴിയുന്നു, 3-ാം തീയതി കഴിയുന്നു, 5-ാം തീയതി ആകുന്നു, 10-ാം തീയതി ആകുന്നു. സാറേ, ആ പാലിൻ്റെ പൈസ തരാമോ? എനിക്കും പൈസ കൊടുക്കാനുണ്ട്. ഞാൻ തരാമെന്നല്ലേ പറഞ്ഞു, ഞാനെന്താ മരിക്കുകയാണോ? പണം പണം പണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല, നല്ല കാര്യവുമല്ല. അതേ സമയത്ത് പാൽക്കാരൻ അരമണിക്കൂർ താമസിക്കുകയാണെങ്കിൽ നിനക്ക് ചായ കുടിക്കാൻ കഴിയാതെ, അയ്യോ 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 അയ്യോ, എന്തായിരിക്കും? അയാൾ എവിടെ പോയി? എത്ര ലേറ്റാകുന്നു? പോയി ചത്തോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല വാക്കുകളും പറഞ്ഞ് അയാളെ ശപിക്കുകയില്ലേ? അരമണിക്കൂറിന്ന് താമസിച്ച് വരികയാണെങ്കിൽ ഇല്ലാത്ത ബഹളമുണ്ടാക്കാനിടയാകും. എന്നാൽ 30 ദിവസമായി ചായയും കാപ്പിയുമൊക്കെ ലിറ്റർ കണക്കിന് ഉണ്ടാക്കി കുടിച്ചതല്ലേ, മോരും വെള്ളവും. എന്നാൽ എന്തുകൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ടതായ പാലിൻ്റെ പണം കൊടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഒരു വേലക്കാരൻ 10 മിനിറ്റ് താമസിച്ച് വരികയാണെങ്കിൽ ഒരു അരമണിക്കൂർ താമസിച്ച് വന്നാൽ നിനക്ക് BP ഉണ്ടാകുന്നത്? എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെയെങ്കിൽ മാസാവസാന ശമ്പളം ചോദിക്കുമ്പോൾ നീ എന്തിനാണ് അവനെ വഴക്ക് പറയുന്നത്? കർത്താവ് പറയുകയാണ്, വേലക്കാരൻ വേല ചെയ്തതിന് ശേഷം അവന് കൊടുക്കേണ്ട കൂലി നീ തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ദൈവം ഉയരത്തിൽ നിന്നും കാണുന്നുണ്ട്. ഈ വിഷയം മറന്നുപോകരുതെന്ന കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണോ?
ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരാണോ, സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ? ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളത്തോടെ ജീവിക്കരുത്. ജോലി ചെയ്യുന്നിടത്ത് അഹംഭാവത്തിലായിരിക്കരുത്. നിങ്ങളുടെ മേലധികാരിയെ അനുസരിക്കാതെ അവർക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളാകരുത്. അവർ നിങ്ങൾക്ക് ജോലി തന്നതുകൊണ്ട് വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കുന്നത് പോലെ തന്നെ അവരെയും അനുസരിപ്പീനെന്ന്. അടുത്ത വാക്യം, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും. അടുത്ത വാക്യം എന്താണ്? മനുഷ്യരെ അല്ല, കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുക. ആ പെൺകുട്ടി ആ വീട്ടിലെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് ജോലികളെല്ലാം ചെയ്യുന്നു. വളരെ അധ്വാനിക്കുകയാണവൾ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒരു മൂലയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാ യജമാനത്തി ചോദിച്ചു, എടീ, നീ വലിയ ഭക്തിയുള്ളവളാണെന്നാണല്ലോ പറയുന്നത്. പ്രാർത്ഥന, ദൈവം എന്നാണല്ലോ പറയുന്നത്. നീ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും ദൈവം നിന്നെ എന്തുകൊണ്ടാണ് ഒരു വേലക്കാരിയാക്കി മാറ്റിയത്? നിനക്ക് ദൈവമുണ്ടായിരുന്നിട്ടും നീ ഒരു പണിക്കാരിയായിട്ട് പാത്രങ്ങൾ കഴുകിക്കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? യജമാനത്തി, എൻ്റെ ദൈവം നിങ്ങളിൽ തന്നെയാണുള്ളത്. നിങ്ങളെ സേവിക്കേണ്ടതിന് വേണ്ടി എൻ്റെ ദൈവം എന്നെ അയച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ജോലി അത് നിങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, എൻ്റെ ദൈവത്തിന് ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. വീട് ഞാൻ അടിച്ചു വാരുമ്പോൾ നിങ്ങളുടെ വീടല്ല അടിച്ചു വാരുന്നത്. എൻ്റെ ദൈവം എനിക്ക് വീട് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വീട് ഞാൻ വൃത്തിയായി സൂക്ഷിക്കുന്നു, അടിച്ചു വാരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പാത്രം കഴുകുമ്പോൾ നിങ്ങളുടെ പാത്രം കഴുകുന്നു എന്നുള്ള ഭാവമല്ല എനിക്ക്, മറിച്ച് ദൈവം എനിക്ക് ഇവിടെ ഒരു ജോലി തന്നു, അതുകൊണ്ട് ഇത് ദൈവത്തിനാണ് ചെയ്തു കൊടുക്കുന്നത്, അവൻ കാണുന്നു എന്ന ഭാവത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് നീ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ആ ജോലി ആരാണ് തന്നത് പറയുക? ദൈവമാണ് തന്നത്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആരാണ് നിന്നെ നോക്കുന്നത്? ദൈവം തന്നെയാണ് നോക്കുന്നത്. ദൈവം നമുക്ക് ജോലി തന്നിരിക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവം നോക്കുന്നുവെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം കാണുന്നതായ രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുക. നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാസന് സുഖമില്ലാതായപ്പോൾ ശതാധിപൻ വന്നിട്ട്, കർത്താവേ, എൻ്റെ വീട്ടിലെ ബാല്യക്കാരൻ പാവം പക്ഷപാതം പിടിച്ച് അവൻ കിടപ്പിലാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ബാല്യക്കാരനെന്ന്. ബാല്യക്കാരൻ എന്ന വാക്കിന് 2 പദങ്ങളുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. ഒന്ന് അടിമ, 2 യൗവനക്കാരൻ. ഒരുപക്ഷേ ആ പക്ഷപാതം പിടിച്ചതായ ആ വ്യക്തി ഒരു യൗവനക്കാരനായിരിക്കാം, ചെറുപ്പക്കാരനായിരിക്കാം. വേലക്കാരന് ഒരുപക്ഷെ എന്തെങ്കിലും അസുഖം ബാധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ, രോഗമാണെങ്കിൽ പറയും, നിങ്ങൾ പോകൂ, വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകൂ, എവിടെങ്കിലും പൊയ്ക്കോ, രോഗവുമായിട്ട് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ചിലർ ഓടിച്ചുവിടുമെന്നാൽ ആ ശതാധിപൻ ആ വേലക്കാരനെ തൻ്റെ വീട്ടിൽ നിർത്തുകയാണ്. വീട്ടിൽ നിർത്തിക്കൊണ്ട് അവനെ നോക്കുകയാണ്. ഒരു ദിവസം യേശുവിനെക്കുറിച്ച് കേട്ടു. യേശു ക്രിസ്തു വിടുതൽ നൽകും, സൗഖ്യം നൽകുമെന്നറിഞ്ഞപ്പോൾ ഓടി യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ, ഒരു നിമിഷം എൻ്റെ ബാല്യക്കാരൻ്റെ കാര്യം നോക്കണമേ. ശതാധിപനോട് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ വേദപുസ്തകത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതായ ശതാധിപന്മാരെ നോക്കുമ്പോൾ അവർ എന്തുകൊണ്ടോ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് അവർ അംഗീകരിച്ചു. നമ്പർ 1, ഇവിടെ ശതാധിപൻ യേശുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിച്ചതുകൊണ്ടാണ് അവൻ്റെ അരികിലേക്ക് വന്നത്. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ക്രൂശിൽ കിടന്ന് പ്രാണനെ വിട്ടതായ സമയത്തൊരു ശതാധിപൻ മുഴങ്കാൽ മടക്കിക്കൊണ്ട് ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് പറയാനിടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ഒരു ശതാധിപൻ യഹോവയുടെ മേൽ ഒരുപാട് ഭക്തിയുള്ള മനുഷ്യൻ ആയിരുന്നു. സൈന്യത്തിൽ ശതാധിപനായിരുന്ന കൊർന്നല്യോസ്. നമ്മൾ നോക്കുമ്പോൾ ഈ ശതാധിപന്മാർ യേശുക്രിസ്തുവിനിൽ വിശ്വസിച്ചതായിട്ട് പല ഇടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ അധികാരികളാണ്, പദവിയിലുള്ളവർ, ഉന്നത സ്ഥാനത്തിരിക്കുന്നതായ ആളുകളാണ്. എന്നിരുന്നാലും അവരും യേശുവിനെ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് മനസ്സിലാക്കുവാൻ, കൈക്കൊള്ളുവാനിടയായി. സഹോദര, നീ ഒരു അധികാരിയാണോ, അധികാരത്തിലുള്ളവനാണോ? എങ്കിൽ നീ ഏതു സ്ഥാനത്താണെങ്കിലും ഏത് അധികാരത്തിലുള്ള വ്യക്തിയാണെങ്കിലും
യേശുക്രിസ്തുവിനെ ലോകരക്ഷകനായി നീ അംഗീകരിച്ചാൽ അതെത്രയോ നല്ലതാണ്. ഈ ശതാധിപന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടാവുകയാണ്. വാസ്തവത്തിൽ അത് തൻ്റെ പ്രശ്നമല്ല. തൻ്റെ വീട്ടിൽ വേല ചെയ്യുന്നവനൊരു പ്രശ്നം വന്നപ്പോൾ അത് തൻ്റെ പ്രശ്നമായിട്ട് കാണുകയാണ്. തൻ്റെ വീട്ടിലുള്ളവരുടെ പ്രശ്നമായിട്ട് കാണുകയാണ്. തൻ്റെ വീട്ടിലെ ഒരു പ്രശ്നമായിട്ട് കാണുകയാണ്. തൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു വെച്ചപ്പോൾ, പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിന്റെ ഭവനത്തിൽ പ്രശ്നമുണ്ടോ? ആർ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ഭാര്യയെ കൊണ്ടാണോ? ഭർത്താവിനെ കൊണ്ടാണോ? മക്കളെ കൊണ്ടാണോ? അതോ ജോലി ചെയ്യുന്ന ആളുകളെ കൊണ്ടാണോ? ഇന്ന് നിന്റെ വീട്ടിലുള്ള പ്രശ്നത്തിന് കാരണം ആരാണ്? നിന്റെ ഭവനത്തിൽ ഉണ്ടായതായ ഏത് പ്രശ്നം കാരണമാണ്, ഏത് പ്രതിസന്ധി കാരണമാണ് നീ മാനസികമായി തകർന്നിരിക്കുന്നത്, ശാരീരികമായി തളർന്നിരിക്കുന്നത്, സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് നെടുവേർപ്പുകളുമായിട്ട് നീ ഇരിക്കുന്നത്? ഒരു നിമിഷം ചിന്തിക്കുക. നിന്റെ വീട്ടിലുള്ളതായ പ്രശ്നത്തെ അത് മാറ്റിയെടുക്കുവാൻ ആരുടെ മുൻപിലേക്ക് കൊണ്ടുവരണം? പറയുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കഴിയൂ. ശതാധിപൻ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുവിൻ്റെ അരികിലേക്ക് വന്നു. ഒരു ദിവസം ഒരു ആത്മീയൻ ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ഹെയർ കട്ടിംഗ് ചെയ്യിക്കുകയാണ്. കട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടിംഗ് ചെയ്യുന്ന ബാർബറിനെ നോക്കിയിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കട്ടിംഗ് ചെയ്യുന്ന ബാർബർ പറയുകയാണ്, സാർ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയണ്ട. ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്തുകൊണ്ടോ ഒരു തരത്തിലുള്ളതായ ഇറിറ്റേഷനാണ് എനിക്ക്. അതെന്താണ് സാർ അങ്ങനെ പറയുന്നത്? പിന്നെന്താണ് പറയേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര കഷ്ടതകൾ എന്തിനുണ്ടായി? ഇത്ര ബുദ്ധിമുട്ടുകൾ എങ്ങനെയുണ്ടായി? ഇത്രയും രോഗങ്ങൾ ഉണ്ടാകുമോ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? നിങ്ങൾ ദൈവം ദൈവമെന്ന് പറയുന്നു. നിങ്ങൾ ചുറ്റുപാട് നോക്കൂ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എത്രയോ കഷ്ടതകളാണ്, എത്രയോ ബുദ്ധിമുട്ടുകളാണ്, എത്രയോ രോഗങ്ങളാണ്. യഥാർത്ഥത്തിൽ രോഗമുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കഷ്ടതയും ബുദ്ധിമുട്ടുമൊക്കെ എന്തുകൊണ്ടുണ്ടായി? അതുകൊണ്ട് ഇനി ഒരക്ഷരം ദൈവത്തെക്കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞ് വായടപ്പിച്ചു. ആത്മീയൻ മൗനമായി. അടുത്ത പ്രാവശ്യം കട്ടിങ്ങിന് വേണ്ടി വീണ്ടും അയാൾ കടന്നു വന്നു. ബാർബർ കട്ടിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പുറത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു തടാകത്തിൻ്റെ അരികിലിരുന്നു കൊണ്ട് തൻ്റെ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുടിയെല്ലാം വളർന്നു കിടക്കുകയാണ്. അയാളുടെ താടി വളർന്നു കിടക്കുന്നു. ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്നു. കട്ടിംഗ് ചെയ്യിക്കുന്ന ഈ ആത്മീയൻ അപ്പോൾ പറഞ്ഞു, എന്തു ചെയ്യാം, ഈ ലോകത്ത് ബാർബർമാർ ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞു. ബാർബറിനൊന്നും മനസ്സിലായില്ല. എന്താണ്? അതെ, ലോകത്തിൽ ബാർബർമാർ ഇല്ലാതെ പോയിരിക്കുന്നു. ബാർബർമാർ ഇല്ലെന്നോ? നിങ്ങൾ കട്ടിംഗ് ചെയ്യാനല്ലേ ഇങ്ങോട്ടല്ലേ വന്നത്? ഞാൻ നിങ്ങൾക്ക് കട്ടിംഗ് ചെയ്യുന്നല്ലോ. അല്ലല്ലല്ല, ബാർബർമാർ ഇല്ല. നിങ്ങളെന്താണ് ഇങ്ങനെ പറയുന്നത്? ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ബാർബർമാർ ഉണ്ട് എങ്കിൽ അയാളെ നോക്കുക. അയാളുടെ തലമുടി നോക്കൂ, എത്രത്തോളം വളർന്നിരിക്കുന്നു. അയാളുടെ താടി എത്രത്തോളം വളർന്നിരിക്കുന്നു. അയാളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ ബാർബർ എന്നുള്ളവൻ ഇല്ല. അതെന്താണ് സാർ? ബാർബർ ഇല്ലാത്തത് കൊണ്ടാണോ അത്? അയാൾ ഒരുപക്ഷെ എൻ്റെ അരികിൽ വന്നിട്ട്, അയ്യോ സാർ, എൻ്റെ കയ്യിൽ പണമില്ല, ഞാൻ ഭിക്ഷക്കാരനാണ്, അങ്ങനെ എൻ്റെ അരികിൽ വന്നിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ കട്ടിങ് ചെയ്തേനേയും, ഞാൻ താടി വടിച്ചേനേയും. അയാൾ എൻ്റെ അരികിലേക്ക് വരാത്തത് കൊണ്ടാണ് അയാൾ അങ്ങനെ തന്നെ നടക്കുന്നത്, ഭ്രാന്തനെ പോലെ നടക്കുന്നത്. അയാൾ എൻ്റെ അരികിൽ വന്നിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് മുടിയൊക്കെ വെട്ടിക്കൊടുക്കുമായിരുന്നു. അയാളെ ഒരു നല്ല സുമുഖനാക്കി മാറ്റിയെടുക്കുമായിരുന്നു. അയാൾ എൻ്റെ അരികിൽ വരാത്തത് കൊണ്ട് അയാൾ അങ്ങനെ തന്നെ നടക്കുന്നു. അയാൾ എൻ്റെ അരികിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇല്ലെന്നാണോ? മനുഷ്യൻ ദൈവത്തിൻ്റെ അരികിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് ദൈവം ഇല്ലെന്നാണോ അർത്ഥം? ഇങ്ങനെ ഈ ആത്മീയൻ ചോദിക്കാനിടയായി. ലോകത്തിൽ ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, അനേകർക്കും പലവിധമായ പ്രശ്നങ്ങളുണ്ട്. അവ ഉള്ളതുകൊണ്ട് ദൈവം ഇല്ലെന്നാണോ അർത്ഥം? ഉള്ളവർ എന്തു ചെയ്യണം? ദൈവസന്നിധിയിൽ വന്നെങ്കിൽ മാത്രമല്ലേ ദൈവം അത്ഭുതം ചെയ്യുന്നത്, അതുപോലെ ദൈവം ആശ്ചര്യ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്നത്, അവരെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്, അവരെ വിടുവിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? അവൻ്റെ അരികിലേക്ക് വരുമ്പോഴല്ലേ. അവൻ്റെ അരികിലേക്ക് മനുഷ്യൻ വരാത്തത് കൊണ്ടാണ്, അവനെ വിട്ട് അകന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നത്. ആ പ്രായമുള്ള മനുഷ്യൻ ഒരുപാട് മുടിയും താടിയുമൊക്കെ വളർത്തിയൊരു ഭ്രാന്തനെ പോലെ ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങളില്ലാത്തത് കൊണ്ടാണോ? നിങ്ങളുണ്ട്, അയാൾ നിങ്ങളുടെ അരികിലേക്ക് വരാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് മനുഷ്യനുണ്ടായിരിക്കുന്ന അശാന്തിക്ക്, അസംതൃപ്തിക്ക്, സന്തോഷമില്ലാത്തതായ അവസ്ഥയ്ക്ക്, സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണം ദൈവമില്ലാത്തത് കൊണ്ടാണ്. ദൈവമുണ്ട്, എന്നാൽ ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ വരാത്തത് കൊണ്ടാണ് ഇന്ന് അനീതിയും അതിക്രമവും അശുദ്ധിയും അശാന്തിയും ദുഷ്ടതയ്ക്കും സകലവിധമായ പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണം. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ?
ശാന്തിയില്ലാത്ത ആളുകൾ, സന്തോഷമില്ലാത്ത ആളുകൾ, അധർമ്മം കൊണ്ട്, അനീതി കൊണ്ട്, അശുദ്ധി കൊണ്ട്, അന്യായം കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന ആരെങ്കിലും നമ്മുടെ മധ്യയിൽ ഉണ്ടോ എങ്കിൽ സഹോദര സഹോദരി, ദയവിച്ചത് കേൾക്കുക. നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടതായ കാര്യമില്ല. അശുദ്ധിയോടുകൂടി ജീവിച്ചുകൊണ്ട് നിന്നെ തന്നെ നശിപ്പിക്കേണ്ടതായ കാര്യമില്ല. അശാന്തി കൊണ്ട്, അതൃപ്തി കൊണ്ട് നീ ഇന്ന് ഈ ഭൂമിയിൽ താളടിയായി പോകേണ്ട കാര്യമില്ല. അശുദ്ധി നിറഞ്ഞ ജീവിതം കൊണ്ട് മരിച്ച് പാതാളത്തിൽ പോകേണ്ടതായ കാര്യമില്ല. നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവൻ്റെ അരികിലേക്ക് വന്നെങ്കിൽ മാത്രമല്ലേ നിനക്ക് ഉയർച്ച കിട്ടുന്നത്. അവൻ്റെ അരികിലേക്ക് വന്നെങ്കിൽ മാത്രമല്ലേ അവൻ നിന്നെ ക്ഷമിക്കുന്നത്, നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്നത്, നിന്നെ ശുദ്ധീകരിക്കുന്നത്, നിന്നെ വിശുദ്ധനാക്കി മാറ്റിയെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന സകല ആവശ്യങ്ങളെയും നിറവേറ്റണമെങ്കിൽ നീ അവൻ്റെ അരികിലേക്ക് വരേണ്ടത് ആവശ്യമല്ലേ? ആ ശതാധിപൻ തൻ്റെ വീട്ടിലുള്ള ആ പ്രശ്നത്തെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഇന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങളുണ്ടോ? നിന്റെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിന്റെ വ്യാപാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എങ്കിലത് കൊണ്ടുവന്ന് കർത്താവിനോട് പറയുക. കർത്താവ് എന്തു ചെയ്യും? കർത്താവ് ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതി, നിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകാനിടയാകും. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, നിന്റെ പ്രശ്നം വേർപെട്ടു പോകാനിടയാകും, അത് അവസാനിക്കാനിടയാകും. ശതാധിപൻ അതാണ് പറഞ്ഞത്. കർത്താവെ, നീയൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി. ഒരു വാക്ക് ഇവിടെ നിന്നുകൊണ്ട് നീ കൽപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ വീട്ടിലുള്ള ആ പ്രശ്നം മാറിപ്പോകാനിടയാകും എന്ന് കർത്താവിനോട് നിങ്ങൾ പറയുക. കർത്താവെ, ഒരു വാക്ക് കൽപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിലെ പ്രശ്നം, എൻ്റെ കുടുംബത്തിലെ പ്രശ്നം, എൻ്റെ ശരീരത്തിലുള്ളതായ പ്രശ്നം, എൻ്റെ സാമ്പത്തിക പ്രശ്നം, എൻ്റെ കുടുംബ പ്രശ്നം, എൻ്റെ ജോലിയിലെ പ്രശ്നം, എൻ്റെ രോഗത്തിൻ്റെ കാര്യം, ഇവയെല്ലാം നിമിഷം കൊണ്ട് മാറിപ്പോകും. ഒരു വാക്ക് കൽപ്പിക്കണമേ കർത്താവേ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ പ്രാർത്ഥനയിൽ ഒരുമിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കർത്താവേ, ഈ ലോകത്തിൽ മനുഷ്യനാവശ്യമുള്ളതായ ഏറ്റവും വലിയ അത്ഭുതം, അവൻ ഏത് പാപത്താലാണോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, ഏത് പാപത്തിനാണോ അടിമപ്പെട്ട് കിടക്കുന്നത്, ഏത് പാപങ്ങളാണോ മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, നിത്യ നരകാഗ്നിയിലേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത്, ആ ഭയങ്കരമായ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും വിടുവിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. കർത്താവേ, ആ മഹാ അത്ഭുതം സകല വ്യക്തികളുടെ കുടുംബങ്ങളിലും നീ ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ, ശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവേ, അതുപോലെ ശുദ്ധീകരിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഏതാവശ്യമാണുള്ളതെന്ന് നിനക്കറിയാം. കർത്താവേ, രോഗമാണെങ്കിൽ സൗഖ്യം തരണമേ. സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ സാമ്പത്തികമായുള്ള വിടുതൽ നൽകണമേ. ജോലിയില്ലാത്ത പ്രശ്നമാണെങ്കിൽ ജോലി നൽകണമേ. തലമുറയില്ലാത്ത പ്രശ്നമാണെങ്കിൽ തലമുറകളെ കൊടുക്കണമേ. വിവാഹം നടക്കാത്തതാണെങ്കിൽ നടത്തണമേ. കുടുംബം പണിയപ്പെടാത്തതാണെങ്കിൽ നീ പണിയണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയാകുന്ന നിന്റെ ഭവനത്തിൽ കർത്താവേ, വലിയ ഉണർവിനെ അയക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.